ഇന്ന് നമ്മളൊരു പുതിയ മൊഡ്യൂളിലേക്ക് കടക്കുകയാണ്. യൂണിറ്റ് 5 സ്ട്രക്ചേഴ്സ് ആൻഡ് യൂണിയൻസ്. അപ്പം നമ്മുടെ ഏറ്റവും ലാസ്റ്റത്തെ മൊഡ്യൂളാണ് സ്ട്രക്ചേഴ്സ് ആൻഡ് യൂണിയൻസ്. അപ്പം നിങ്ങൾ കഴിഞ്ഞ 3rd മൊഡ്യൂളിൽ അറേ എന്താണെന്ന് പഠിച്ചായിരുന്നു. അതൊരു ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പാണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പം നമ്മൾ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പുകളായ സ്ട്രക്ചേഴ്സ് ആൻഡ് യൂണിയൻസിനെ കുറിച്ചാണ് മൊഡ്യൂൾ 5 മുഴുവൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് സ്ട്രക്ചർ എന്താണെന്ന് ആദ്യമേ നോക്കാം. Arrays are used to represent group of data items that belongs to the same type such as int or float. അപ്പം നമ്മൾ അറേ എന്താണെന്ന് പഠിച്ചായിരുന്നു. അപ്പം അറേ എന്ന് പറയുന്നത് ഒരേ ടൈപ്പിലുള്ള ഗ്രൂപ്പ് ഓഫ് ഡാറ്റ ഐറ്റംസിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് ഉപയോഗിച്ചിരുന്നത്. But it is not possible to represent collection of data items of different types using single name. അപ്പോൾ നമ്മൾ അറേക്കകത്ത് പഠിച്ചായിരുന്നു, നമ്മൾ സെയിം ടൈപ്പ് ഓഫ് ഉള്ള ഗ്രൂപ്പ് ഓഫ് ഡാറ്റ ഐറ്റംസിനെ മാത്രമേ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് ഉള്ളതിനെ നമ്മൾ കളക്ഷൻ ഓഫ് ഡാറ്റ ഐറ്റംസിനെ സ്റ്റോർ ചെയ്യാനും റെപ്രസെൻറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ലായിരുന്നു. എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ കൺസിഡർ എ റെക്കോർഡ് വിച്ച് സ്റ്റോർസ് നെയിം, ഏജ് ആൻഡ് സാലറി. അപ്പോൾ നമ്മളൊരു റെക്കോർഡ് എടുക്കുകയാണെങ്കിൽ നെയിം, ഏജ്, സാലറി ഇതൊക്കെ 3 ഡിഫറെൻറ്റ് ടൈപ്സാണ് അല്ലേ. സാലറി എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് ഡാറ്റ ടൈപ്പാണ്. അതുപോലെ തന്നെ നെയിം എന്ന് പറയുന്നത് ക്യാരക്ടറാണ്, ഏജ് എന്ന് പറയുന്നത് ഇൻറ്റാണ്. അപ്പോൾ ഈ 3 ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സിനെ ഒരു സിംഗിൾ നെയിമിനകത്ത് സ്റ്റോർ ചെയ്യാൻ അറേക്ക് പറ്റത്തില്ലായിരുന്നു. ഹിയർ ദ നെയിം ഷുഡ് ബി സ്റ്റോർഡ് ഇൻ സ്ട്രിങ്, ഏജ് ആൻഡ് സാലറി ഷുഡ് ബി ടൈപ്പ് ഇൻറ്റ്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. സി പ്രൊവൈഡ് കീവേഡ് കോൾഡ് സ്ട്രക്ട് വിച്ച് ഈസ് യൂസ്ഡ് ടു ഫോം എ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ദാറ്റ് ക്യാൻ ഹോൾഡ് എ കളക്ഷൻ ഓഫ് എലിമെൻറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ്. അപ്പം ഈ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സിനെ ഒരേ സിംഗിൾ നെയിമിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദിസ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ് ഈസ് കോൾഡ് സ്ട്രക്ചർ. എ സ്ട്രക്ചർ ഈസ് എ കളക്ഷൻ ഓഫ് വേരിയബിൾസ് അണ്ടർ സിംഗിൾ നെയിം. അപ്പം സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു സിംഗിൾ നെയിമിനകത്ത് കളക്ഷൻ ഓഫ് വേരിയബിൾസിനെ സ്റ്റോർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ദീസ് വേരിയബിൾസ് ക്യാൻ ബി ഡിഫറെൻറ്റ് ടൈപ്സ്, ഈച്ച് ഹാസ് എ നെയിം വിച്ച് ഈസ് യൂസ്ഡ് ടു സെലക്ട് ഇറ്റ് ഫ്രം സ്ട്രക്ചർ. അപ്പം നമ്മൾ ഈ സ്ട്രക്ചറിനകത്ത് കൊടുക്കുന്ന വേരിയബിൾ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ആവും. പക്ഷേ ഓരോന്നിനും ഓരോ നെയിം കാണും. എ സ്ട്രക്ചർ ഈസ് കൺവീനിയൻറ്റ് വേ ഓഫ് ഗ്രൂപ്പിംഗ് ടുഗെദർ റിലേറ്റഡ് ഇൻഫർമേഷൻ. ദ കൺസെപ്റ്റ് ഓഫ് സ്ട്രക്ചർ ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് റെക്കോർഡ്. അപ്പം ഈ സ്ട്രക്ചറിൻ്റെ കൺസെപ്റ്റ് ഒരു റെക്കോർഡിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ചാണ് വന്നത്. അപ്പോൾ സ്ട്രക്ചറിനകത്ത് കാണുന്ന ഗ്രൂപ്പ് ഓഫ് ഡിഫറെൻറ്റ് ഐറ്റംസ്. ഇപ്പം ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടർ ടൈപ്പുള്ള അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് ഉള്ള ഡേറ്റാസിനെ എല്ലാം കൂടെ ഒരു സിംഗിൾ നെയിമിൻ്റെ അണ്ടറിൽ കൊടുത്തേക്കുന്നതാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. പക്ഷേ അറേ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ഡാറ്റ ഐറ്റംസിനെ സൂക്ഷിക്കാൻ പറ്റുമായിരുന്നു, പക്ഷേ സെയിം ടൈപ്പ് ആകണമായിരുന്നു. പക്ഷേ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ഐറ്റംസ് വിത്ത് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. ടു ഡിഫൈൻ എ സ്ട്രക്ചർ യു മസ്റ്റ് ഹാവ് എ സ്ട്രക്ചർ കീവേഡ്. അപ്പം നമ്മളൊരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു കീവേഡ് എന്നാണെങ്കിലും മെയിനായിട്ട് യൂസ് ചെയ്യണം. ദ സ്ട്രക്ചർ സ്റ്റേറ്റ്മെൻറ്റ് ഡിഫൈൻ ന്യൂ ഡാറ്റ ടൈപ്പ് വിത്ത് മോർ ദാൻ 1 മെമ്പർ ഫോർ യുവർ പ്രോഗ്രാം. ദ ജനറൽ ഫോർമാറ്റ് ഓഫ് എ സ്ട്രക്ചർ ഡെഫിനിഷൻ ആസ് ഫോളോസ്. അപ്പം നമ്മുടെ സ്ട്രക്ചർ ഡെഫിനിഷൻ്റെ ജനറൽ ഫോർമാറ്റ് തന്നിട്ടുണ്ട്. സ്ട്രക്ചർ ടാഗ് നെയിം, ഡാറ്റ ടൈപ്പ് മെമ്പർ 1, ഡാറ്റ ടൈപ്പ് മെമ്പർ 2, എക്സെട്ര. അപ്പോൾ നമ്മൾ സ്ട്രക്ചർ എന്ന് പറയുന്ന കീവേഡ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ടാഗ് നെയിം. നമ്മൾ ആ സ്ട്രക്ചറിന് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പിന് എന്താണോ കോമൺ ആയിട്ടൊരു പേര് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതവിടെ കൊടുക്കുന്നു. പിന്നെ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ആദ്യത്തെ ഡാറ്റ ടൈപ്പ് മെമ്പർ 1, മെമ്പറിൻ്റെ നെയിം, അതുപോലെ തന്നെ ഡാറ്റ ടൈപ്പ് മെമ്പർ 2, എക്സെട്ര. കേർലി ബ്രാക്കറ്റ് ക്ലോസിങ്, സെമിക്കോളൻ. ഇങ്ങനെയാണ് ഒരു സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്യുന്നത്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. സ്ട്രക്ചർ ബുക്ക് ബാങ്ക് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറാണ് ഇവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തേക്കുന്നത്. അപ്പം ബുക്ക് ബാങ്കിനകത്ത്
ഉള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഒരു ടൈറ്റിലുണ്ട്, ഒരു ഓതറുണ്ട്, പേജസ് ഉണ്ട്, പ്രൈസ് ഉണ്ട്. ഇങ്ങനത്തെ എലമെൻസാണ് ഒരു ബുക്ക് ബാങ്ക് എന്ന് പറയുന്ന യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സിനകത്ത് ഡിക്ലെയർ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ടൈറ്റിൽ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഡാറ്റ ടൈപ്പാണ്. അതുപോലെ തന്നെ ഓതർ എന്ന് പറയുന്നതും ക്യാരക്ടറാണ്. അതുപോലെ തന്നെ പേജസ് എന്ന് പറയുന്നത് ഈ ഒരു ഇൻറ്റിജർ ഡാറ്റ ടൈപ്പാണ്. അതുപോലെ തന്നെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു ഫ്ലോട്ട് ഡാറ്റ ടൈപ്പാണ്. അപ്പം ബുക്ക് ബാങ്ക് എന്ന് പറയുന്ന സ്ട്രക്ചർ ഡാറ്റ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഈ ബുക്ക് ഡീറ്റെയിൽസിനെ എല്ലാം കൂടെ ഒരു നെയിമിനകത്ത് ഉൾക്കൊള്ളിച്ചേക്കുമാണ് സ്ട്രക്ചറിനകത്ത് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് കൊടുക്കുന്ന എലമെൻറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് ആയിരിക്കും. ഇൻ ഡിഫൈനിങ് സ്ട്രക്ചർ യു മേ നോട്ട് ദ ഫോളോവിങ് സിൻടാക്സ്. അപ്പം നമ്മളൊരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നെങ്കിൽ നമ്മൾ ചില സിൻടാക്സുകൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അതാണ് താഴെ തന്നേക്കുന്നത്. ദ ടെംപ്ലേറ്റ് ഈസ് ടെർമിനേറ്റഡ് വിത്ത് എ സെമിക്കോളൻ. അപ്പോൾ ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് ഒരു സെമിക്കോളനിൽ ടെർമിനേറ്റ് ചെയ്യണം. നമ്മൾ കണ്ടായിരുന്നു കേളി ബ്രാക്കറ്റ് ഓപ്പണിങ് കഴിഞ്ഞ് ഡാറ്റാ മെമ്പേഴ്സിനെ എല്ലാം ഡിഫൈൻ ചെയ്തിട്ട് നമ്മൾ കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് ഒരു സെമിക്കോളൻ കൊടുത്തായിരുന്നു. വൈൽ ദ എൻറ്റയർ ഡെഫിനിഷൻ ഈസ് കൺസിഡേർഡ് ആസ് എ സ്റ്റേറ്റ്മെൻറ്റ്, ഈച്ച് മെമ്പർ ഈസ് ഡിക്ലെയർഡ് ഇൻഡിപെൻഡൻ്റ്ലി ഫോർ ഇറ്റ്സ് നെയിം ആൻഡ് ടൈപ്പ് ഇൻ സെപ്പറേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻസൈഡ് ദ ടെംപ്ലേറ്റ്. അപ്പോൾ നമ്മൾ എൻറ്റയർ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ മെമ്പറിനെ ഇൻഡിപെൻഡൻ്റ്ലി നെയിം കൊടുത്ത് ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യം ഉണ്ട്. The tag names such as book bank can be used to declare structure variables its type later in the program. അപ്പോൾ നമുക്ക് ബുക്ക് ബാങ്ക് എന്ന് പറയുന്ന ഒരു ടാഗ് നെയിം നമുക്ക് സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ത്രൂ ഔട്ട് പ്രോഗ്രാമിലും നമ്മുടെ ഇതിനകത്ത് അറിയപ്പെടുന്ന മെമ്പേഴ്സ് അറിയപ്പെടുന്നത് ഈ ടാഗ് നെയിമിൻ്റെ പേരിലായിരിക്കും. ഇനി നമുക്ക് അറേസ് സ്ട്രക്ചറും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കാം. അറേ എന്ന് പറയുന്നത് റിലേറ്റഡ് ഡാറ്റ ഐറ്റംസ്, സെയിം ടൈപ്പിലുള്ള റിലേറ്റഡ് ഡാറ്റ ഐറ്റംസിൻ്റെ കളക്ഷൻ ആണെങ്കിൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഡാറ്റ ഐറ്റംസിൻ്റെ കളക്ഷനാണ്. അതുപോലെ തന്നെ അറേ എന്ന് പറയുന്ന ഒരു ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പാണ്. പക്ഷേ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ്. ആൻ അറേ ബിഹേവ്സ് ലൈക്ക് എ ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്സ്. അപ്പോൾ നമ്മുടെ അറേ എന്ന് പറയുന്നത് ഒരു ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്പായിട്ട് അപ്ലൈ ചെയ്യുന്നു. ഓൾ വി ഹാവ് ടു ഡു ഈസ് ഡിക്ലെയർ ആൻ അറേ വേരിയബിൾ ആൻഡ് യൂസ് ഇറ്റ്. നമ്മൾ അറേക്കകത്ത് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാണ് അത് യൂസ് ചെയ്യുന്നത്. പക്ഷേ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ് ഡിസൈൻ ചെയ്തിട്ട് വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. സ്ട്രക്ചറിനകത്ത് നമ്മൾ ആദ്യമേ ഒരു വേരിയബിൾസിനെ ഡിക്ലെയർ യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഫസ്റ്റ് ഒരു ഡിസൈന് ഉണ്ടാക്കേണ്ടി വരുന്നുണ്ട്. ഇനി സ്ട്രക്ചർ വേരിയബിൾസിനെ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നതെന്ന് നോക്കാം. ആഫ്റ്റർ ഡിക്ലെയറിംഗ് ദ ഫോർമാറ്റ് ഓഫ് എ സ്ട്രക്ചർ വി ക്യാൻ ഡിക്ലെയർ വേരിയബിൾസ് ഓഫ് ദാറ്റ് ടൈപ്പ്. ഇറ്റ് ഇൻക്ലൂഡ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്: ദ കീവേഡ് സ്ട്രക്ചർ, ദ സ്ട്രക്ചർ ടാഗ് നെയിം, ലിസ്റ്റ് ഓഫ് വേരിയബിൾസ് സെപ്പറേറ്റഡ് ബൈ കോമ, എ ടെർമിനേറ്റിംഗ് സെമിക്കോളൻ. അപ്പം നമ്മൾ ആദ്യമേ ഡിക്ലെയർ ചെയ്തല്ലേ, ഇപ്പം നമ്മുടെ ഡിഫൈൻ ചെയ്തു. അപ്പം നമ്മൾ ഡിഫൈൻ ചെയ്ത വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ആ സ്ട്രക്ചർ വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യേണ്ട. നമ്മൾ ആദ്യമേ ഡിഫൈൻ മാത്രമാണ് ചെയ്തേക്കുന്നത്. ഇനി നമുക്കതിനെ ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആദ്യമേ നമ്മൾ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ് ഉണ്ടെന്ന് അറിയിക്കുക മാത്രമാണ് ചെയ്തത്, ഡിഫൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കതിനെ ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ സ്ട്രക്ചർ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ സ്ട്രക്ചർ ടാഗ് നെയിം യൂസ് ചെയ്താണ് ലിസ്റ്റ് ഓഫ് വേരിയബിൾസിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സ്ട്രക്ചർ
ബുക്ക് ബാങ്ക്, ബുക്ക് 1, ബുക്ക് 2, ബുക്ക് 3 എന്ന്. അപ്പോൾ നമ്മൾ സ്ട്രക്ചർ എന്ന് പറയുന്നത് കീവേഡാണ്. ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രക്ചറിൻ്റെ നെയിമാണ്. ബുക്ക് 1, ബുക്ക് 2, ബുക്ക് 3 എന്ന് പറയുന്നത് സ്ട്രക്ചറിൻ്റെ ഓരോ ഡേറ്റ മെമ്പറുകളെയാണ് ബുക്ക് 1, ബുക്ക് 2, ബുക്ക് 3 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബുക്ക് 1-ൽ നിന്ന് മാത്രമേ നമുക്കെന്താ സ്ട്രക്ചറിനകത്ത് ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ഡാറ്റ ടൈപ്സിനെ നമുക്ക് അല്ലെങ്കിൽ എലമെൻസിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മൾ മുമ്പേ ഡിഫൈൻ ചെയ്യുമായിരുന്നു ചെയ്തത്. അപ്പം ഡിക്ലെയർ ചെയ്യുന്ന സ്ട്രക്ചറാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സ്ട്രക്ചർ, ബുക്ക് ബാങ്ക്, ക്യാരക്ടർ, ടൈറ്റിൽ, ക്യാരക്ടർ ഓർഡർ, ഇൻറ്റ് പേജസ്, ഫ്ലോട്ട് പ്രൈസ്. സ്ട്രക്ചർ ബുക്ക് ബാങ്ക്, ബുക്ക് 1, ബുക്ക് 2, ബുക്ക് 3 എന്ന് പറയുന്നത് സ്ട്രക്ചർ ബുക്ക് ബാങ്ക് എന്ന് പറയുന്നതിൻ്റെ 3 മെമ്പേഴ്സാണ് ബുക്ക് 1, ബുക്ക് 2, ബുക്ക് 3 എന്ന് പറയുന്നത്. റിമെമ്പർ ദാറ്റ് മെമ്പേഴ്സ് ഓഫ് സ്ട്രക്ചർ ദെംസെൽസ് ആർ നോട്ട് വേരിയബിൾസ്. ദേ ഡു നോട്ട് ഓക്യുപ്പൈ എനി മെമ്മറി അണ്ടിൽ ദേ ഹാവ് അസോസിയേറ്റഡ് വിത്ത് സ്ട്രക്ചർ വേരിയബിൾസ് സച്ച് ആസ് ബുക്ക് 1. അപ്പം നമ്മുടെ സ്ട്രക്ചറിനകത്ത് കൊടുത്തേക്കുന്ന മെമ്പേഴ്സിനെ നമുക്ക് ദെംസെൽസായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ അതിനെ ആക്സസ് ചെയ്യുന്നത് സ്ട്രക്ചറിൻ്റെ വേരിയബിൾസ് വെച്ചിട്ടാണ്. When the compiler comes across the declaration statement, it reserves a memory space for the structure variables. It also available to combine both the structure definition and the variable definition of one statement. അപ്പം അതിനകത്ത് കൊടുത്തേക്കുന്നത് ഒരു സ്ട്രക്ചർ സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ തന്നെ ഡിക്ലറേഷനുമാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ 3 തരത്തിൽ നമുക്ക് സ്ട്രക്ചർ വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യമേ എക്സാമ്പിൾ 1 ആയിരുന്നു നമ്മൾ കണ്ടത്. ഇനി എക്സാമ്പിൾ 2 പോവുകയാണ്. അപ്പം ഒന്നെങ്കിൽ നമുക്ക് സ്ട്രക്ചർ എന്ന് പറയുന്ന ആ കോഡ് അത് യൂസ് ചെയ്യാതെ തന്നെ, ആ കീവേഡ് യൂസ് ചെയ്യാതെ തന്നെ ബുക്ക് 1, ബുക്ക് 2, ബുക്ക് 3 എന്ന് പറഞ്ഞ് വേണമെങ്കിൽ നമുക്ക് മെമ്പേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ടാഗ് നെയിം എന്ന് പറയുന്നത് ഓപ്ഷണലാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ടാഗ് നെയിം ഇല്ലാതെ നമുക്ക് ഡിക്ലെയർ ചെയ്യാം. ഇറ്റ് ഡിക്ലെയർസ് ബുക്ക് 1, ബുക്ക് 2, ബുക്ക് 3 സ്ട്രക്ചർ വേരിയബിൾസ് റെപ്രസെൻറ്റിംഗ് 3 books but does not include a tag name. But this approach is not recommended as without a tag name we cannot use in the future declaration. അപ്പം നമ്മൾ ഈ മൂന്നാമത്തെ എക്സാമ്പിൾ യൂസ് ചെയ്യുന്നില്ല. പക്ഷേ ഇതെന്ന് പറയുന്നത് ഒരു തെറ്റായിട്ടുള്ള ഒരു ഡിക്ലറേഷൻ അല്ല എന്ന് ഓർത്തിരിക്കുക. നമ്മൾ സാധാരണ ആദ്യത്തെ എക്സാമ്പിൾ 1ഉം എക്സാമ്പിൾ 2ഉം മാത്രമേ സ്ട്രക്ചർ വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യാൻ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. നമ്മൾ സ്ട്രക്ചർ മെമ്പേഴ്സിനെ ആദ്യമേ ഡിഫൈൻ ചെയ്തു, അതുപോലെ തന്നെ അതിനെ ഡിക്ലെയർ ചെയ്തു. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ സ്ട്രക്ചറിനുള്ളിലുള്ള ഓരോ വേരിയബിൾസിനെയും ആക്സസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡാറ്റ മെമ്പേഴ്സിനെ നമ്മൾ ആക്സസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. We can access and assign values to the members of a structure in number of ways. The members themselves are not variables. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത് themselves വേരിയബിൾസ് അല്ല. They should be linked to a structure variable to make them meaningful members. അപ്പം ഈ സ്ട്രക്ചർ വേരിയബിൾസിൻ്റെ കൂടെ ലിങ്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ സ്ട്രക്ചർ മെമ്പേഴ്സിന് ഒരു മീനിങ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. The link between member and structure variable is established using member operator, which also known as dot operator or period operator. അപ്പം നമ്മുടെ സ്ട്രക്ചറിനകത്തുള്ള ഓരോ വേരിയബിൾസിനെ ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ മെമ്പറിൻ്റെ കൂടെ ഒരു പീരിയഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് വേണം ഓരോ സ്ട്രക്ചർ വേരിയബിൾസിനെയും ആക്സസ് ചെയ്യാൻ. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ബുക്ക് 1 ഡോട്ട് പ്രൈസ്. ഇറ്റ് ഈസ് എ വേരിയബിൾ റെപ്രസെൻറ്റിംഗ് ദ പ്രൈസ് ഓഫ് ബുക്ക് 1 ആൻഡ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് എനി അതർ വേരിയബിൾസ്. ഇപ്പം നമുക്ക് ആദ്യത്തെ വേരിയബിൾസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബുക്ക് 1 ഡോട്ട് ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. strcpy ഓഫ് ബുക്ക് 1 ഡോട്ട് ടൈറ്റിൽ
കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. അപ്പം ബുക്ക് 1 ടൈറ്റിലിന് നമ്മൾ പേര് കൊടുക്കുന്നത് ഇങ്ങനെ യൂസ് ചെയ്താണ്. അതുപോലെ തന്നെ ഓതറിന് ബുക്ക് 1 ഡോട്ട് ഓതർന്ന് കൊടുത്താൽ മാത്രമേ നമുക്കതിനെ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതിനകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് 1 ടൈറ്റിലേക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത് അത് കോപ്പി ചെയ്യും. അതുപോലെ തന്നെ ബുക്ക് 1 ഓതർ എന്ന് പറയുന്ന ആ വേരിയബിളിലേക്ക് ഈ പേര് കോപ്പി ചെയ്യും. ബുക്ക് 1 ഡോട്ട് പേജസ് ഇസിക്കൽ ടു 14, ബുക്ക് 1 ഡോട്ട് പ്രൈസ് ഇസിക്കൽ ടു 350. അപ്പം നമ്മൾ ബുക്ക് 1 ഡോട്ട് പേജസ് 450 എന്നാണ് കൊടുക്കുന്നത്, ഒരു സെമിക്കോളൻ കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇൻറ്റിജർ ടൈപ്പ് ഡാറ്റാനെ ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ കൊടുത്തേക്കുന്നത്. വി ക്യാൻ ഓൾസോ യൂസ് സ്കാൻഎഫ് ടു ഗീവ് വാല്യൂസ് ത്രൂ കീബോർഡ്. അതുപോലെ നമുക്ക് സ്കാൻഎഫ് ഫങ്ഷൻ യൂസ് ചെയ്ത് കീബോർഡിൽ നിന്ന് വാല്യൂസിനെ നമുക്ക് കൊടുക്കാനും പറ്റും. സ്കാൻഎഫ് പേഴ്സൻറ്റേജസ് സ്ട്രിങ് വേരിയബിൾ ആയതുകൊണ്ടാണ് പേഴ്സൻറ്റേജസ് യൂസ് ചെയ്യുന്നത്. ബുക്ക് 1 ഡോട്ട് ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പേഴ്സൻറ്റേജ് ഡി എന്ന് പറയുന്ന ഇൻറ്റിജർ വേരിയബിൾ ആയതുകൊണ്ട്, പിന്നെ ആമ്പസെൻ്റ് ബുക്ക് 1 ഡോട്ട് പേജസ്. ഇങ്ങനെയാണ് നമുക്ക് ഒരു സ്ട്രക്ചറിലെ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. മെമ്പേഴ്സ് വഴി നമ്മുടെ സ്ട്രക്ചറിലെ വേരിയബിൾസിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ ഒരു ഫുൾ സ്ട്രക്ചറിൻ്റെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ബുക്ക് ബാങ്ക് എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ കണ്ടായിരുന്നു. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിനെ ഡിക്ലെയർ ചെയ്തേക്കുന്നത് നോക്കാം. സ്ട്രക്ചർ ബുക്ക് ബാങ്ക്, ബുക്ക് 1, ബുക്ക് 2, ബുക്ക് 3 3 എണ്ണം നമ്മൾ ഡിക്ലെയർ ചെയ്തു. പിന്നെ ആദ്യമേ ബുക്കിന് ടൈറ്റിൽ കൊടുക്കാൻ ഒരു പ്രിൻ്റർ സ്റ്റേറ്റ്മെൻറ്റ്, കീബോർഡിൽ നിന്നാണ് നമ്മൾ വാല്യൂസിനെ ആക്സസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ബുക്കിൻ്റെ ഓർഡർ നമ്മൾ കീബോർഡിൽ നിന്ന് ആക്സസ് ചെയ്യുന്നു. പിന്നെ നമ്പർ ഓഫ് പേജസ് അതും കീബോർഡിൽ നിന്ന് ആക്സസ് ചെയ്യുന്നു. പ്രൈസ് നമ്മൾ അതുപോലെ തന്നെ കീബോർഡിൽ നിന്ന് ആക്സസ് ചെയ്യുന്നു. പിന്നെ ഇതിനെ എല്ലാം കൂടെ പ്രിൻ്റ് ചെയ്യിപ്പിച്ച് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എൻ്റർ ടൈറ്റിൽ ഓഫ് ബുക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, പിന്നെ ഓതറുടെ പേര് കൊടുക്കുന്നു, നമ്പർ ഓഫ് പേജസ് 350, പ്രൈസ് ഓഫ് ബുക്ക് 350 കൊടുക്കുന്നു. അപ്പം ബുക്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്നത് നമ്മൾ കൊടുക്കുന്ന ആ ഡീറ്റെയിൽസ് ആയിരിക്കും. ഇനി അടുത്തത് സ്ട്രക്ചർ ഇനിഷ്യലൈസേഷനാണ്. അപ്പം നമുക്ക് സ്ട്രക്ചറിനെ കമ്പൈൽ ടൈമിലും ഇനിഷ്യലൈസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നാണ് ഇവിടെ തന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ സ്ട്രക്ചർ ഇൻറ്റ് വെയ്റ്റ് ഇൻറ്റ് ഹൈറ്റ് എന്ന് പറഞ്ഞ് ഒരു സ്റ്റുഡൻറ്റിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പം ഹൈറ്റും വെയ്റ്റുമാണ് കൊടുത്തേക്കുന്നത്. അപ്പം ഇവിടെ ഡയറക്റ്റ്ലി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് സ്റ്റുഡൻറ്റ് ഈക്വൽ ടു 60, 180.75. അതുപോലെ തന്നെ രണ്ടാമത്തെ എക്സാമ്പിളിനകത്ത് സ്ട്രക്ചർ റെക്കോർഡ് എന്ന് പറയുന്ന സ്റ്റുഡൻറ്റിൻ്റെ റെക്കോർഡ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിനെ ഡിക്ലെയർ ചെയ്ത് അതിനകത്ത് 2 വേരിയബിൾസിനെ മെമ്പറായിട്ട് കൊടുത്തേക്കുവാണ്, ഇൻറ്റ് വെയ്റ്റ്, ഫ്ലോട്ട്, ഹൈറ്റ് എന്നുള്ളത്. പിന്നെ നമ്മൾ ഡയറക്റ്റ്ലി ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ അതിന് വാല്യൂസ് കൊടുത്തേക്കുവാണ് ചെയ്യുന്നത്. സ്ട്രക്ചർ റെക്കോർഡ് സ്റ്റുഡൻറ്റ് 1 ഓഫ് 16, സ്ട്രക്ചർ റെക്കോർഡ് ഓഫ് സ്റ്റുഡൻറ്റ് 1 എന്നല്ല കേട്ടോ, ഇനി സ്റ്റുഡൻറ്റ് 2 ആണ് വരുന്നത്. 53, 170.60. അനദർ മെത്തേഡ് ഈസ് ഇനിഷ്യലൈസ് സ്ട്രക്ചർ വേരിയബിൾ ഔട്ട്സൈഡ് ദ ഫംഗ്ഷൻ. അതുപോലെ തന്നെ നമുക്ക് സ്ട്രക്ചറിനെ ഔട്ട്സൈഡായിട്ടും ഡിക്ലെയർ ചെയ്യാം. അങ്ങനെ 3 തരത്തിലുള്ള സ്ട്രക്ചർ ഇനിഷ്യലൈസേഷനാണ്, റൺ ടൈം ഇനിഷ്യലൈസേഷനാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പം മൂന്നാമത്തെ അതിനകത്ത് സ്റ്റുഡൻറ്റ് 1 ഓഫ് 16, 180.75 ഇങ്ങനെയും വേണമെങ്കിൽ നമുക്ക് ഡിക്ലെയർ ചെയ്യാം. ഇങ്ങനെ നമുക്ക് കമ്പൈൽ ടൈം വേണമെങ്കിലും നമുക്ക് സ്ട്രക്ചറിനെ ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഇനി അറേ ഓഫ് സ്ട്രക്ചേഴ്സ് എന്താണെന്ന് നോക്കാം. We can declare an array of structures, each element the array representing the structure variables. For example, the statement. അപ്പം നമുക്ക് ഒരു സ്ട്രക്ചർ വേരിയബിൾസിനെ ഒരു സ്ട്രക്ചർ വേരിയബിൾസ് എന്ന് പറയുമ്പം 2-3 ഡേറ്റാസ് കാണും അല്ലേ. അപ്പം ഇതിനെ നമുക്ക് അറേ വെച്ചിട്ട് ഡിക്ലെയർ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതെങ്ങനെയാണെന്നാണ് ഇവിടെ തന്നേക്കുന്നത്. സ്ട്രക്ചർ ബുക്ക് ബാങ്ക് ഓഫ് ബുക്ക് 100. അപ്പോൾ നമ്മൾ സ്ട്രക്ചർ എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പിനകത്ത് ഒരു അറേ ഡിക്ലെയർ ചെയ്യുവാണ്.
ഇവിടെ കൊടുത്തേക്കുന്നത്. ഡിഫൈൻസ് ആൻ അറേ കോൾഡ് ബുക്ക് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് 100 എലമെൻറ്റ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കൊടുത്തേക്കുന്ന അറേ എന്ന് പറയുന്നത് ബുക്ക് എന്ന് പറയുന്ന അറേയാണ്. അപ്പോൾ ആ അറേക്കകത്ത് 100 എലമെൻറ്റ്സിനെ കൺസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈച്ച് എലമെൻറ്റ് ഈസ് ഡിഫൈൻ ടു ടൈപ്പ് സ്ട്രക്ചർ ബുക്ക് ബാങ്ക്. അപ്പോൾ ഓരോ എലമെൻ്റ് എന്ന് പറയുന്നത് ബുക്ക് ബാങ്ക് എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ അണ്ടറിലുള്ളതാണ് ഈ അറേ എലമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഇവിടെ തന്നേക്കുന്നത്. ഇവിടെ സ്ട്രക്ചർ മാർക്സ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ വേരിയബിൾ യൂസർ ഡിഫൈൻഡ് ഡാറ്റാ ടൈപ്സിനകത്ത് നമ്മൾ ഇൻറ്റ് സബ്ജക്റ്റ് 1, ഇൻറ്റ് സബ്ജക്റ്റ് 2, ഇൻറ്റ് സബ്ജക്റ്റ് 3 എന്ന 3 ഡാറ്റ മെമ്പേഴ്സിനെ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് സ്റ്റുഡൻറ്റ് ഓഫ് 3 എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ മാർക്സ് എന്ന് പറയുന്ന ആ സ്ട്രക്ചറിനകത്ത് സ്റ്റുഡൻറ്റ് ഓഫ് 3 എന്ന് പറയുന്ന ഒരു അറേക്കകത്ത് 3 ഡാറ്റ മെമ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ 3 സബ്ജക്റ്റും ഒരു അറേക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ അറേക്കകത്ത് രണ്ടാമത്തെ മെമ്പർ, മൂന്നാമത്തേതിനകത്ത് മൂന്നാമത്തേതിൻ്റെ ഡീറ്റെയിൽസ്. ദിസ് ഡിക്ലെയർ ദ സ്റ്റുഡൻറ്റ് ആസ് ആൻ അറേ ഓഫ് 3 എലമെൻറ്റ്സ്. അപ്പം 3 എലമെൻറ്റ്സിനെയാണ് ഈ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഈ അറേക്കകത്ത് ഡിക്ലെയർ ചെയ്തേക്കുന്നത്. സ്റ്റുഡൻറ്റ് 0/1, സ്റ്റുഡൻറ്റ് 1 ആൻഡ് സ്റ്റുഡൻറ്റ് 3 ആൻഡ് ഇനിഷ്യലൈസ് ദെയർ മെമ്പേഴ്സ് ആസ് ഫോളോസ്. അപ്പം ഇങ്ങനെയാണ് ഓരോന്നിനകത്ത് ഡേറ്റാസിനെ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുന്നത്. സ്റ്റുഡൻറ്റ് 0 ഓഫ് സബ്ജക്റ്റ് 1 എന്ന് പറയുന്നത് 45ഉം സ്റ്റുഡൻറ്റ് 0 ഓഫ് സബ്ജക്റ്റ് 2 എന്ന് പറയുന്നത് 68ഉം സ്റ്റുഡൻറ്റ് 0 ഓഫ് സബ്ജക്റ്റ് 3 81. പിന്നെ നെക്സ്റ്റ് സ്റ്റുഡൻറ്റ് 2 ഓഫ് സബ്ജക്റ്റ് 1 എന്ന് പറയുന്നത് 75, സ്റ്റുഡൻറ്റ് 2 ഓഫ് സബ്ജക്റ്റ് 2 എന്ന് പറയുന്നത് 53. അങ്ങനെയാണ് നമ്മൾ ഈ അറേനെ ഡിക്ലെയർ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ടൈറ്റിൽ, ഓതർ, ഇൻറ്റിജർ പേജസ് ആണ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ മെയിൻ പേജിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ബുക്ക് എന്ന് പറയുന്ന ഒരു അറേയാണ് ഡിക്ലെയർ ചെയ്തേക്കുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ നമ്പർ ഓഫ് ബുക്സ് എൻട്രി ചെയ്യാൻ പറയുന്നു. പിന്നെ നമ്മളൊരു ഫോർ ലൂപ്പിനകത്ത് കൊടുത്തേക്കുന്നു. അപ്പം ബുക്ക് ഐ ഓഫ് ടൈറ്റിൽ എന്ന് പറഞ്ഞേക്കുന്നത് ഓരോ ഇൻഡെക്സും വെച്ചിട്ട് നമുക്ക് ആക്സസ് ചെയ്യാനാണ്. ഐ എന്ന് പറയുമ്പോൾ 0 ആകാം n വരെ. നമ്മൾ നമ്പർ ഓഫ് ബുക്സിൻ്റെ എണ്ണം 9 കൊടുത്തതെങ്കിൽ 9 വരെ ആക്സസ് ചെയ്യാം. അങ്ങനെയാണ് ബുക്ക് ഐ ഡോട്ട് ടൈറ്റിൽ എന്ന് പറഞ്ഞേക്കുന്നത്. ബുക്ക് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഐ കൊടുത്തിട്ടുണ്ട്. ഈ ഐ എന്ന് പറയുന്നത് 0 ആകാം, 1 ആകാം, 2 ആകാം, 3 ആകാം, 4 ആകാം, 5 ആകാം, 6 ആകാം, 7 ആകാം, 8 ആകാം, 9 ആകാം. അപ്പം നമ്മൾ എൻ്റർ ദ നമ്പർ ഓഫ് ബുക്സ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ എത്ര നമ്പർ ഓഫ് ബുക്സ് ആണ് കൊടുക്കുന്നത്. ഇപ്പം 8 എണ്ണമാണെങ്കിൽ ബുക്ക് ഓഫ് ഐ എന്ന് പറയുന്നത് 8 എണ്ണത്തിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ബുക്ക് ഐ ഓഫ് ഓതർ എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ കൊടുത്തേക്കുന്ന നമ്പർ ഓഫ് ബുക്സിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് ഓതറിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ തന്നെ പേജസിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് കൊടുത്തേക്കുന്ന പ്രിൻ്റഫിനകത്ത് ബുക്ക് ഡീറ്റെയിൽസ് പ്രിൻ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു ഫോർ ലൂപ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എൻ്റർ ചെയ്യുന്ന കീബോർഡ് വഴി എൻ്റർ ചെയ്യുന്ന ബുക്കിൻ്റെ ഡീറ്റെയിൽസിനെ നമുക്ക് കാണിക്കാൻ വേണ്ടിയാണ് അത് കൊടുത്തേക്കുന്നത്. അപ്പം ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഇപ്പം നമ്മൾ നമ്പർ ഓഫ് ബുക്സിൻ്റെ എണ്ണം 2 ആണ് കൊടുത്തെങ്കിൽ ഫസ്റ്റ് വൺ എൻ്റർ ടൈറ്റിൽ ഓഫ് ബുക്ക്, എൻ്റർ ഓതർ, നമ്പർ ഓഫ് പേജസ്, പ്രൈസ് ഓഫ് ബുക്ക്. അങ്ങനെ നമ്മളോട് ചോദിക്കുന്നു. അപ്പം ബുക്ക് 1ൻ്റെ ഡീറ്റെയിൽസ് നമ്പർ ഓഫ് ബുക്സ് എന്ന് പറയുന്നത് 2 ആണ് കൊടുത്തേക്കുന്നത്. അപ്പം ഫസ്റ്റ് വണ്ണ് ബുക്ക് 1ൻ്റെ ഡീറ്റെയിൽസാണ്. അതുപോലെ തന്നെ സെക്കൻഡ് എന്ന് പറയുന്ന രണ്ടാമത്തെ ബുക്കിൻ്റെ ഡീറ്റെയിൽസാണ് കൊടുത്തേക്കുന്നത്. അപ്പം പിന്നെ നമ്മുടെ ഔട്ട്പുട്ട് കിട്ടുന്നതെന്ന് പറയുന്നത് ബുക്ക് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഡീറ്റെയിൽസ് ഓഫ് ബുക്ക് 1, ആദ്യത്തെ ബുക്ക് 1ൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ രണ്ടാമത്തെ ബുക്ക് 2ൻ്റെ ഡീറ്റെയിൽസും പ്രിൻ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമായിരിക്കും, ഒരു ഔട്ട്പുട്ടായിരിക്കും നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ നമുക്ക്
സ്ട്രക്ചറിനകത്ത് അറേസ് എന്ന് പറയുന്ന ഒരു മെമ്പറിനെ ഡിക്ലെയർ ചെയ്യാൻ പറ്റും. നമ്മളിത് സ്ട്രക്ചർ മെമ്പറിനെ ആക്സസ് ചെയ്യാൻ അറേ യൂസ് ചെയ്തായിരുന്നു ആദ്യമേ. പക്ഷേ നമുക്ക് സ്ട്രക്ചറിനകത്ത് അറേ മെമ്പർ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. വി ക്യാൻ യൂസ് അറേസ് ആസ് സ്ട്രക്ചർ മെമ്പേഴ്സ്. വി ക്യാൻ യൂസ് സിംഗിൾ ഡയമെൻഷണൽ ഓർ മൾട്ടി ഡയമെൻഷണൽ അറേ ഓഫ് ടൈപ്പ് ഇൻറ്റ് ഓർ ഫ്ലോട്ട്. അപ്പോൾ നമുക്ക് ഏത് ടൈപ്പിലുള്ള അറേസിനെ വേണമെങ്കിലും സ്ട്രക്ചർ മെമ്പറായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് തന്നേക്കുന്നത് സ്ട്രക്ചർ മാർക്സ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറൽ ഡാറ്റ ടൈപ്പിനകത്ത് സ്ട്രക്ചറിനകത്ത് നമ്മൾ നമ്പർ എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ ടൈപ്പ് വേരിയബിളും രണ്ടാമത്തേത് സബ്ജക്റ്റ് ഓഫ് 3 എന്ന് പറയുന്ന ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് അറേനെയാണ് ഡിക്ലെയർ ചെയ്തേക്കുന്നത്. പിന്നെ സ്റ്റുഡൻറ്റ് ഓഫ് 2 എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ കൊടുത്തേക്കുന്ന മെമ്പേഴ്സിനെയാണ്. ഹിയർ ദ മെമ്പർ സബ്ജക്ട്സ് കണ്ടെയ്നിങ് 3 എലമെൻറ്റ്സ് സബ്ജക്റ്റ് 0, സബ്ജക്റ്റ് 1 ആൻഡ് സബ്ജക്റ്റ് 2. അത് എന്തുകൊണ്ടാണ് 3 എലമെൻറ്റ്സ് സബ്ജക്റ്റ് കണ്ടെയ്ൻ ചെയ്യുന്നത്? സബ്ജക്റ്റ് ഓഫ് 0, സബ്ജക്റ്റ് ഓഫ് 1, സബ്ജക്റ്റ് ഓഫ് 2 എന്ന് പറയുന്നത് നമ്മൾ സ്റ്റുഡൻറ്റ് ഓഫ് 2 എന്നാണ് കൊടുത്തേക്കുന്നത്. ആരെ ഡിക്ലെയർ ചെയ്തേക്കുന്ന 3 മെമ്പർ സ്റ്റുഡൻറ്റ് ഓഫ് 2 എന്ന് പറയുന്ന ആരേക്കാണ് ഡിക്ലെയർ ചെയ്തേക്കുന്നത്. ദീസ് എലമെൻറ്റ്സ് ക്യാൻ ആക്സസ്ഡ് യൂസിങ് അപ്രോപ്രിയേറ്റ് സബ്സ്ക്രിപ്റ്റ്സ്. ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. സ്റ്റുഡൻറ്റ് 1 ഡോട്ട് സബ്ജക്റ്റ് ഓഫ് 2. ഇങ്ങനെയായിരിക്കും നമ്മൾ ഓരോന്നിനെ ആക്സസ് ചെയ്യുന്നത്. വുഡ് പ്രിഫർ ദ മാർക്സ് ഒബ്റ്റൈൻഡ് ബൈ സെക്കൻഡ് സ്റ്റുഡൻറ്റ് ഇൻ തേർഡ് സബ്ജക്റ്റ്. അപ്പം സ്റ്റുഡൻറ്റ് ഓഫ് 1 സബ്ജക്റ്റ് ഓഫ് 2 എന്ന് പറയുമ്പം സ്റ്റുഡൻറ്റ് ഓഫ് 1 എന്ന് പറയുമ്പോൾ എന്താ സെക്കൻഡ് സ്റ്റുഡൻ്റ് അല്ലേ? സ്റ്റുഡൻറ്റ് ഓഫ് 1 എന്ന് പറയുമ്പോൾ എന്താ സെക്കൻഡ് സ്റ്റുഡൻ്റ് അല്ലേ? അപ്പം അതിൻ്റെ തേർഡ് സബ്ജക്റ്റ് ഓഫ് 2 എന്ന് പറയുമ്പോൾ തേർഡ് സബ്ജക്റ്റാണ്. 0 തൊട്ട് ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് തേർഡ് സബ്ജക്റ്റ് വരുന്നത്. അതിനുള്ള എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് കൊടുക്കുമ്പോൾ നമ്മളെന്താ ഒരു അറേ തന്നെ ഒരു മെമ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്ട്രക്ചറിനെ ആക്സസ് ചെയ്യുന്നതും അറേ വെച്ചിട്ടാണ്.